പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയത്. അന്ന് ടീമിന് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ആയൂരൊരു പാമ്പിനെ പിടിക്കാനായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത്. കോന്നി ഫോറസ്റ്റിൻ്റെ കീഴിൽ, കോന്നി ഡിവിഷൻ്റെ കീഴിൽ മണ്ണാറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിനകത്ത് കട്ടിൻ്റെ അടിയിൽ ഒരു രാജവെമ്പാല ഇരിക്കുന്നു എന്ന് പറഞ്ഞ്. എന്തായാലും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് അടുത്ത് 5 മിനിറ്റിനകത്ത് അടുത്ത കോൾ വരുന്നുണ്ട്. പെട്ടെന്ന് എത്തണം സുരേഷ്, ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ഒരു കോളായിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് നിന്ന് ആ പാമ്പിനെ പിടിക്കാൻ ഈ മണ്ണാറപ്പാറയിലെത്തി ആ രാജവെമ്പാല പിടിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത് അപ്പോഴാണ് വിളിക്കുന്നത് അച്ഛൻ കോവിൽ ആറോയാണ് വിളിച്ചത്. അച്ഛൻ കോവിൽ ആറോ ഞാൻ വിളിച്ചിട്ട് 2 മണിക്കൂറായി സുരേഷ് ഇതുവരെ എത്തിയില്ലെന്ന്. അപ്പോൾ രണ്ട് കോളായിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഒരു ദിവസം തന്നെ 2 രാജവെമ്പാല 2 സ്ഥലത്തു നിന്നാണെങ്കിൽ പോലും ഒരുമിച്ച് പിടികൂടാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ ആദ്യത്തെ മണ്ണാറപ്പാറയിലെ കോൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യത്തെ പിടിച്ച് ചാക്കിലാക്കിയതിന് ശേഷം അവിടുത്തെ ഫോറസ്റ്റിലെ ഓഫീസർമാരുമായിട്ട് പോയി നേരെ അച്ചൻകോല് ഡിപ്പോയ്ക്കകത്തിരുന്ന ഒരു രാജവെമ്പാല പിടികൂടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 2 രാജവെമ്പാലയെ കൂടി പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെ ഇതുവരെയായി സ്നേക്ക് മാസ്റ്റർ ടീമിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തതുൾപ്പെടെ എൻ്റെ ജീവിതത്തിൽ 112ാമത്തെ രാജവെമ്പാല പിടിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത യാത്രയാണ് ഇന്നത്തെ യാത്ര. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചിറയൻകീഴ് പോകുന്ന വഴിക്ക് കാറ്റാടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിനകത്ത് അല്ലെങ്കിൽ വീടിനടുത്ത് ചേർന്നുള്ള ഒരു റൂമിനകത്ത് ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് അവർ വിളിക്കുകയുണ്ടായി രാവിലെ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ ലൈനിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പോകാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥിയുടെ അടുത്തേക്ക്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇവിടെ കുറച്ച് വിറവിരിപ്പുണ്ട്. ആ വിറവ് മാറ്റി ഒതുക്കുന്ന സമയത്താണ് അതിനെ കണ്ട് അദ്ദേഹം ഉടനെ അദ്ദേഹത്തിനെ കണ്ടിട്ട് ചേട്ടാ സുഖം തന്നെയും ചോദിച്ചിട്ട് ഇതിനകത്തുനിന്ന് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്കൃതത്തിലാണ് അദ്ദേഹത്തോട് അത് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ഇതിനകത്ത് അതിഥി ഉണ്ടോ. ഇതിനകത്തുണ്ട് കയറിയിരിക്കുന്ന കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന്. ഞാൻ എപ്പോഴും പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ വീട്ടിലുള്ള ആൾക്കാരോടും നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നതാണ്, വീടിനോട് ചേർന്ന് ചവറുകൾ വാരിക്കൂട്ടി വെക്കരുതെന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ വിവാദ നായകൻ ഇതിനകത്തുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞത് നല്ല സൈസ് ഉണ്ട്, തീരെ ചെറുതൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് അദ്ദേഹത്തെ കാണുന്നില്ല, പക്ഷേ സംശയമുള്ളത് ചിലപ്പോൾ ഇതിനകത്തുള്ള പൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പൈപ്പിനകത്തൊക്കെ കടന്നിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു 5 അടി 6 അടി നീളമുള്ളൊരു അതിഥി എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഇതൊരു ചെറിയ PVC ആണ്. ഈ PVCക്കകത്ത് എന്തോ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കുഞ്ഞ് സാധനമായിരിക്കും, എന്തായാലും ഒരു കുഞ്ഞ് സാധനമാണത്. പാമ്പാണോ ചേരയാണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാം.
ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് അവയർനെസ് ഒത്തിരി അവയർനെസ് പ്രത്യേകതകൾ. കാരണം ഞാൻ എപ്പോഴും വീടുകളിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഈ വേസ്റ്റ് വിറവ് കഷ്ണങ്ങളൊന്നും വാരി അടുക്കി വെക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഇവ ഞങ്ങളുടെ സ്ഥലങ്ങളിലാണ് ഇവയുടെ വാസം. ഇതിപ്പോൾ ഇദ്ദേഹം കണ്ടതൊരു വലിയ പാമ്പ് എന്നാണ്, പക്ഷേ വലുതല്ല, കുഞ്ഞൻ അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാണാം. നമുക്ക് ഏകദേശം ഒരു 15 ദിവസത്തിൽ താഴെയുള്ള പ്രായമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുഞ്ഞൻ അതിഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു 1 മീറ്റർ നീളമുണ്ട്. ഈ പൈപ്പിനേക്കാളും കനമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ 10 തീർത്ത് നിന്നപ്പോഴാണ് അദ്ദേഹം കണ്ടത്. ഇത് ഏകദേശം ഒരു 15-16 ദിവസത്തിൽ താഴെ പ്രായമുള്ള ഒരു അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. അദ്ദേഹം കടിച്ചാലും അപകടം സംഭവിക്കും. കാരണം ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് പൗടിക്കോണത്തിനടുത്തൊരു രാധമ്മ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് പാമ്പ് കടിയിട്ട്. പക്ഷേ ചെറിയ പാമ്പാണ് കടിച്ച്, അമ്മ അറിഞ്ഞില്ല, കാലിൻ്റെ പാദത്തിലൂടെ കടിച്ചു. പക്ഷേ കടിച്ചത് അണലിയുടെ കുഞ്ഞായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് വൈകിയ ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും ആ അമ്മ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ആ കുടുംബത്തെ വിട്ടു പോകേണ്ടി വന്നു. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ എന്തായാലും വളരെ സൂക്ഷിക്കണം. കാരണം ഇവിടെ റെയിൽവേയുടെ അതിർത്തിയാണ്, അല്ലെങ്കിൽ റെയിൽവേ ലൈനിൻ്റെ അടുത്താണ്. അപ്പോൾ ഒത്തിരി സാധാരണ ഈ തിരുവനന്തപുരം സിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ റെയിൽവേ ലൈനിലും പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ കഴിവിൻ്റെ പരമാവധി വൃത്തിയാക്കിയിടാൻ നമുക്ക് കഴിയണം. അതുപോലെ വീടിൻ്റെ ഈ സൈഡിലൊക്കെ ചപ്പ് ചവറുകൾ, വിറവ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, തൊണ്ട് ചേട്ട ഇങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കരുത്. ഞാൻ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നതാണ്. ഇത് കടിച്ചാലും മരണം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മരണം സംഭവിക്കും. കാരണം ഷുഗറോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ, പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങരുത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇദ്ദേഹം വെറും 15-16 ദിവസം പ്രായമുള്ള ഒരു അമ്മ, ഒരു കുഞ്ഞ് പെൺ മൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന, നാഗമെന്നറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ എൻ്റെ വീട്ടിൽ ഞാൻ മുട്ട വിരിച്ച ശേഷം 1000-ലേറെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ വർഷം കാട്ടിലേക്ക് വിട്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മളത് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെക്കുറിച്ച് ഇനി ഡീറ്റെയിൽസ് കൂടുതലൊന്നും പറയാനില്ല. ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിയെ തേടി. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എൻ്റെ വീടിനടുത്ത് ചിലപ്പോൾ വിചാരിക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ല. എൻ്റെ വീടിനടുത്ത് തൊട്ടടുത്തല്ല. എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് ബാബുജി നഗറിനടുത്ത് പൊങ്ങുമുട്ടിൽ നിന്ന് കയറി ബാബുജി നഗറിലേക്ക് വരുമ്പോൾ മേരിനീലം സ്കൂളിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന ഒരു വഴിയിൽ ദൂശ്ശേരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വീട്ടിൽ ഈ വീട്ടിൽ ഇതിനു മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്, ഒരു അതിഥിയെ പിടികൂടാൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ നല്ല തിരക്കായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നുകൊണ്ട് ഇവിടുത്തെ വീടിൻ്റെ പറമ്പിൽ ഒരു കുഞ്ഞ് അതിഥിയെ കണ്ടപ്പോൾ അവർ എന്തായാലും അവിടുത്തെ അമ്മയാണോ അത് വേറെ ആരെങ്കിലും ആണെന്ന് അറിയില്ല, അവരൊരു ബക്കറ്റ് വെച്ച് എന്നെ കമിഴ്ത്തി ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞൻ അതിഥിയെ കണ്ട് അപ്പോഴത്തെ തച്ച് കൊന്ന് പറമ്പിൽ വലിച്ചെറിയുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു, സ്നേക്ക് മാസ്റ്റർ ടീമിന് കഴിഞ്ഞു എന്നുള്ളത്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒത്തിരി പേര്, ഇന്നലെയൊക്കെ എന്നെ ഒത്തിരി പേര് വിളിച്ചിരുന്നു, സുരേഷേടെ ഇങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാമിൽ വേണ്ടി നമുക്ക് ഒത്തിരി ഞാനൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഈ ഇംഗ്ലീഷൊന്നും അറിയില്ല, ഞങ്ങൾ മലയാളത്തിൽ നിങ്ങൾ ചെയ്യുന്ന ബോധവൽക്കരണ പരിപാടി, നമ്മുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ ചെയ്യുന്ന അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു, പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഒരുപാട് തെറ്റായ ധാരണകൾ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ഒരു നല്ല പ്രതികരണം നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ എപ്പിസോഡ് ഇപ്പോൾ 250-250-ലേറെ താണ്ടി 300-ലേക്ക് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ആ വീട്ടിൻ്റെ തൊട്ട് അടുത്ത പറമ്പിലാണ്, ആ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പോകാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അക്ഷമൻ എന്ന വീട്ടുകാരല്ല, അക്ഷമര ബക്കറ്റിനകത്തിരിക്കുന്ന അതിഥി അക്ഷമനായിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ കാണാം, നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം മെയിലാണോ ഫീമെയിലാണോ പെണ്ണാണോ ആണോന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കേണ്ടതുണ്ട്. മൂർഖനാണോ അണലിയാണോ എന്താണോ നമുക്ക് നോക്കേണ്ടതുണ്ട്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. പല സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൗതുകം എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം, ഇത് വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനം വെളുത്തുള്ളിയാണ്. ഇവിടെ കേരളത്തിൽ എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ വെളുത്തുള്ളിക്ക് 170 രൂപ കിലോയ്ക്ക് വില ഇരിക്കുകയാണ്. ഈ വെളുത്തുള്ളിയും പാമ്പായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം നമുക്കറിയാം, നമുക്ക് പോലും മണപ്പിച്ച് നമുക്ക് പോലും ചില സമയത്ത് തുമ്മലുണ്ടാകും. പക്ഷേ പാമ്പുകൾക്ക് ഇതിലുള്ള ആസിഡൊന്നും പാമ്പുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം ശുദ്ധമായ മണ്ടത്തരാണ്. ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡ് മുന്നേ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 2 ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞ് വെളുത്തുള്ളി കലക്കി ഒഴിച്ചാൽ പാമ്പ് പോകുന്നു. ചുമ്മാ പറമ്പിൽ ചുരുണ്ടിരിക്കുന്ന പാമ്പിൻ്റെ അകത്ത് വെള്ളം എടുത്ത് ഒഴിച്ചാലും പാമ്പ് ഓടിക്കും. വെളുത്തുള്ളി വീണിട്ടല്ല അത് പോകുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരിക്കലും നമ്മുടെ പ്രേക്ഷകർ ഓർത്ത് നോക്കി, വെളുത്തുള്ളിയും പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. പണ്ട്
പണ്ടത്തെ മുത്തശ്ശിമാർ അന്ന് വീട്ടിനകത്ത് അമ്മിയില്ലാത്ത കാലം, എന്നാലും സാധാരണ വീട്ടിൻ്റെ പുറത്താണ് സാധാരണ അമ്മി ഉണ്ടാവുക. അമ്മി പുറത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഏതോ ഒരു അമ്മ വെളുത്തുള്ളി അല്ല ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറച്ചി വയ്ക്കാൻ വേണ്ടി തല്ലിക്കൊണ്ടുന്ന സമയത്ത്, അന്ന് ആ സമയത്ത് ഈ വെളുത്തുള്ളി തല്ലിക്കൊണ്ടുന്ന സമയത്ത് പറമ്പിക്കുള്ളിൽ ചേര പോകുന്നുണ്ട്. ഈ ചേരയെ ഓടിക്കാൻ വേണ്ടി അമ്മ ഈ വെളുത്തുള്ളി വാരി വെള്ളത്തിൽ കലക്കിയിട്ട് പോകും മക്കളെ എന്ന് പറഞ്ഞ് ചേരയുടെ പുറത്ത് വെച്ചപ്പോൾ ചേര ഓടി അങ്ങ് പോയി. അല്ലാതെ പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പം എനിക്കൊരു പത്തനാപുരത്ത് ഒരു കോളുണ്ട്, അദ്ദേഹം പറഞ്ഞ കിണറ്റിനകത്ത് കുറച്ച് വെളുത്തുള്ളി പാമ്പിനെ കണ്ടു വെളുത്തുള്ളിയെ കലക്കി ഒഴിച്ചു എന്നുള്ളത്. അതൊക്കെ മണ്ടത്തരാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക. എന്തായാലും ഇന്ന് നമ്മുടെ ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് പറയുന്നൊരു കാര്യം, നമ്മുടെ അമ്മമാർ സാധാരണ സ്വർണ്ണമൊക്കെയാണ് ലോക്കറിൽ വെച്ച് കാത്തിരിക്കുന്നത്. നമുക്ക് ലോക്കറിൽ വെച്ച് കള്ളന്മാർ കൊണ്ടുപോയിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചൊക്കെ വെക്കണം. പക്ഷേ ഇപ്പോൾ ഒരു മൂർഖൻ കുഞ്ഞ് അതിഥിയെ ഈ നമ്മുടെ അമ്മ ഇതിനകത്ത് സേഫായിട്ട് വെച്ച് നമുക്ക് കാണാം. ഒരു കുഞ്ഞൻ അതിഥി. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം മുട്ട വിരിയുന്ന അവസാന സ്റ്റേജാണ്. ഇദ്ദേഹത്തിന് നമുക്കൊരു പ്രത്യേകത, ഇത് കാണാം ഏറ്റവും ചെറിയൊരു കുഞ്ഞ്. കാരണം 10-15 ദിവസമൊന്നും ആയിട്ടില്ല. ഇദ്ദേഹത്തെ മുട്ട വിരിഞ്ഞതിന് ശേഷം ചട്ട പൊഴിക്കുന്നതിന് മുന്നേ ആദ്യത്തെ സ്കിൻ ഷെഡിങ്ങിന് ശേഷമാണ് സാധാരണ പാമ്പ് കുഞ്ഞുങ്ങൾ മളം വിട്ട് പോകുന്നത്. പക്ഷേ ഇദ്ദേഹം ആ ഫസ്റ്റ് സ്കിൻ ഷെഡ് ചെയ്തിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ അമ്മ അതിനെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. കാണാം നമുക്കതിനെ. ഒരു കുഞ്ഞൻ, അത്ര വലുതൊന്നും അല്ലാത്ത ഒരാഴ്ചയ്ക്ക് അടുത്ത് മാത്രം പ്രായമുള്ള അതിഥിയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ള, ഇദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ട് ഇതിനകത്ത് ബോട്ടിനകത്ത് കിടക്കൊണ്ടായിരിക്കാം. അത് മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ അദ്ദേഹത്തിൻ്റെ വുഡിന് പത്തിക്കൊരു വിരിവ് കുറവുണ്ട്. കാരണം അത് നമ്മൾ പല പ്രാവശ്യം പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ വലിയ പാമ്പുകളെ പിടിക്കുമ്പോൾ സൈഡിൽ പത്തി ക്ഷതമുണ്ടാകാറുണ്ട്. ഇത് നോക്കുക, ഇതും അതുപോലെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇത് എന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലതുവശം എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ആ സൈഡിന് വിരിവ് കുറവാണ്. ആ പത്തിക്ക് വീതിയില്ല. അത് മുട്ടയിൽ നിന്ന് വരുമ്പോൾ വന്ന വൈകല്യമായിരിക്കാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഇദ്ദേഹം ഫീമെയിലാണ്, മെയിലല്ല. ഇദ്ദേഹം ഫീമെയിലാണ്. 10 ദിവസത്തിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. മൂർഖൻ എന്ന് പറയുന്നത് സർപ്പം എന്ന് പറയുന്നതല്ല ഇത് തന്നെ. സർപ്പം, നാഗ്, നല്ലാത്തൻ പാമ്പ് എല്ലാം ഇത് തന്നെയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ഞങ്ങൾ ഒത്തിരി മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് കാട്ടിലേക്ക് വിടുന്നതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഈ വർഷം നമ്മൾ 1000-ലേറെ കുഞ്ഞുങ്ങളെ കാട്ടിലേക്ക് വിട്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് സമയം കളയാനില്ല. മറ്റൊരു കോളിലേക്ക്, അടുത്ത അതിഥിയെ തേടി, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ബോട്ടിൽ അടയ്ക്കും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മംഗലം ലൈനകത്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ടൊരു കൂടുതൽ തണുത്ത അന്തരീക്ഷം കാണുന്നു. കാരണം നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിന്ന് അപൂർവങ്ങൾ കാണാൻ കഴിയാത്ത ഒരുപാട് ചെടികൾ, പഴമക്കാർ ഒക്കെ സ്നേഹിച്ചിരുന്ന ചെടികൾ ഇന്ന് പണ്ട് നമ്മളൊക്കെ ഈ മുല്ലയൊക്കെ വളർത്താൻ വേണ്ടി കിളിമരം എന്ന് പറയുന്ന ചെടി, അങ്ങനെ ഒരുപാട് മുള്ളുള്ള നമ്മുടെ ബോഗൻവില്ല എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഞങ്ങൾ കടലാസ് പോകുന്ന ചെടി എല്ലാം നല്ലൊരു തണുത്ത അന്തരീക്ഷം ഉള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാറ് ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് നമുക്കിവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിയും. എന്തായാലും നല്ല ഒരു അന്തരീക്ഷമുള്ള സ്ഥലത്ത് നമ്മൾ ഇന്ന് എത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എന്തായാലും നമ്മളിവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, കഴിഞ്ഞ 2 മുന്നേ സാറിനെ വിളിച്ചിരുന്നു. ഇവിടെ വലയിൽ 2 ചേര കുരുയും കിടക്കുന്നു. ഒന്ന് എന്തായാലും എനിക്ക് എത്താൻ കഴിഞ്ഞാൽ ഞാൻ സ്ഥലത്തില്ല. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഒന്ന് മരണപ്പെട്ടു, ഒന്ന് സാറ് വല കട്ട് ചെയ്ത് വിട്ടു, രക്ഷപ്പെടുത്തി വിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വീണ്ടും ആ വലയിൽ തന്നെ അതേപോലെ ആ അതിഥിയാണെന്നാണ് സാർ പറയുന്നത്. എന്തായാലും നമ്മൾ അവിടെ എത്തി, നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുകയാണ്, അതിഥിയുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം അതിഥിയെ എങ്ങനെയാണ് രക്ഷിക്കുക, എങ്ങനെയാണ് അകപ്പെട്ടിരിക്കുന്നത് നോക്കാം. നമുക്ക് ആ ചെറിയ ഒരു ശ്രമത്തിലേക്ക് പോകാം. നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ആ കുരുക്ക് എന്തായാലും ഇന്നത്തെ കുരുക്കല്ല, ഇത് പഴയ കുരുക്കാണ്. അപ്പം നമുക്ക് എന്തായാലും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തിനെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അധികം കഷ്ടപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ. നമ്മൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ വേദനയിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അതിഥി ഇത് തന്നെയാണെന്നാണ് അദ്ദേഹം സാറ് പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കാം.
അതിലേക്കൂടെ പൊയ്ക്കൂടെ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അപകടത്തിൽ തന്നെ വന്ന് ചാടുന്നത് കൊണ്ടാണ്. എന്തായാലും അദ്ദേഹത്തിന് വലിയ അപകടമില്ല. കാണാൻ കഴുത്തിൻ്റെ ഇവിടെ മാത്രം ചെറിയ ഒരു മുറിവേ ഉള്ളൂ. ചെറിയൊരു ചുറ്റപ്പെട്ട വല ചുറ്റപ്പെട്ടത് ചെറിയൊരു അപകടം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഏകദേശം 8 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെൺചേരയാണ്. പക്ഷേ അദ്ദേഹത്തിന് കഴുത്തിൽ കുരുങ്ങിയിട്ടിറങ്ങി ഒരു കണ്ണിന് ഒരു സൈഡിലെ കണ്ണിനെത്തി പുറത്തേക്ക് തള്ളിയിരിക്കണം അദ്ദേഹത്തിൻ്റെ വലത് സൈഡിലെ കണ്ണ്. അത് ഈ ശ്വാസം മുട്ടലുണ്ടാകുമ്പോൾ ഈ കയറ് കുരുങ്ങി ശ്വാസം മുട്ടുമ്പോൾ കണ്ണ് സാധാരണ തള്ളാറുണ്ട്, വായി തുറക്കാറുണ്ട്. പക്ഷേ എന്തായാലും കണ്ണൊരല്പം തള്ളിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നോക്കാം. അതിന് വാലിന് ചെറിയ നേരത്തെ കട്ടായി പോയിട്ടുണ്ട്. അത് പിന്നെ ആ മുറിവ് ഹീലായതാണ്, മുറിവ് കരിഞ്ഞു വന്നതാണ്. എന്തായാലും ഫീമെയിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഏകദേശം ഒരു 5 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. വെള്ളം കുടിക്കാനായി വന്നതായിരിക്കണം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ പ്രേക്ഷകർ ഒട്ടനവധി ചേരാതിഥികളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അപകടത്തിൽപ്പെട്ട അതിഥികളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കുന്നു. ഇദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ചാക്കിലാക്കി അതിന് ശേഷം അടുത്ത അതിഥിയെ തേടി മറ്റൊരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.